അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ പലപ്പോഴായി ആവശ്യപ്പെടുന്നതാണ് തുടർച്ചയായിട്ട് ഒരു ക്ലാസ് സംവിധാനിക്കുക എന്നുള്ളത്. പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് തുടർന്നു കൊണ്ടുപോവാൻ കഴിയാത്ത വിഷമം നമുക്കുമുണ്ട്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽ ഇഹ്സാൻ ഹിഫ്ള് കോളേജിന്റെ കീഴിൽ ഒരു പഠന പരമ്പര ഇതുവഴി തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോടുകൂടി നമ്മുടെ ഈ ക്ലാസിന്റെ പരമ്പര ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവരും ഇത് സശ്രവിധം ശ്രദ്ധിക്കുകയും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗം നേടിയെടുക്കുന്നതിനും ആവശ്യമാകുന്ന തരത്തിൽ ഈ പഠനത്തിനെ ഉപയോഗപ്പെടുത്തണം എന്ന് ആദ്യമായി നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹുമ്മ റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കുന്ന ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തിയത്, ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മഹാന്മാർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇൽമ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ മറ്റുള്ള സംവിധാനങ്ങളെ കുറിച്ചും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും പഠിക്കുന്ന ആ പഠനം, ഇൽമ് എന്ന് പറയുന്നത് നൂറുല്ലാഹ് എന്നാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സന്മനസ്സോടുകൂടെ, ശുദ്ധ മനസ്സോടുകൂടെ, ഇഖ്ലാസോടുകൂടെ നമ്മൾ ഇതിനെ കേൾക്കുകയും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും വേണം എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, അള്ളാഹുവിന്റെ ജ്ഞാനം, അള്ളാഹുവിന്റെ നമുക്ക് നൽകുന്നതായ വിജ്ഞാനം, അത് അള്ളാഹുവിന്റെ നൂറാണ്. ആ നൂറ്